എന്തിനാ അമ്മായി നിങ്ങളിങ്ങനെ സ്വയം പറ്റിക്കുന്നെ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ആട്ടിയിറക്കിയിട്ടും പോകാതെ അവൾ അവിടെ തന്നെ ഇരിക്കുന്നത് എന്തിനാണെന്ന് അമ്മായിക്ക് മനസ്സിലായോ? എടി പെണ്ണെ, നീ ഒന്ന് കേറി വന്ന് അമ്മാവനോ അമ്മായിയോ വിളിക്കൊന്ന് കരുതിയിട്ട്. കുറഞ്ഞ പക്ഷം നിങ്ങളിൽ ആരെങ്കിലും നിനക്ക് എന്താടി പറ്റിയെന്ന് ചോദിക്കൊന്ന് കരുതിയിട്ട്. നിങ്ങളിൽ ഒരാൾ പോലും ചോദിച്ചില്ല. അത് ചെയ്യാൻ തയ്യാറായവരെ നിങ്ങൾ അതിനനുവദിച്ചില്ല. അതാണ് സത്യം. ഞാനിങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തിയായിട്ട് ഈ ചക്രത്തിനുള്ളിലായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. അതിപ്പോ അഞ്ജലിയോടൊപ്പം വീടിന് പുറത്തു പോകേണ്ടി വന്നാലും ഞാനത് ചെയ്തേനെ. ഓ, നീ ഞൊട്ടും. അവള് മഴയത്തിരിക്കുന്നെങ്കിലേ അത് അവളുടെ കയ്യിലിരിപ്പുണ്ടാ. അവളെ ഇറക്കി വിട്ടത് ആരാ? നമ്മളൊന്നും അല്ലല്ലോ. അവളുടെ തന്തയും ഈ തള്ളയും കൂടെ ചേർന്നല്ലേ. അപ്പൊ പിന്നെ അവർക്കില്ലാത്ത ഒരു ദണ്ണോ ഇവിടെ വേറെ ആർക്ക് തോന്നേണ്ട ഒരു കാര്യമില്ല. മതി, നിർത്ത്. നിങ്ങൾ പല പ്രാവശ്യമായല്ലോ ഈ വിഷം ചീറ്റിലും ഏഷണിയും തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ ഈ ദോഷം പറച്ചില്ല? എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? മനുഷ്യന്റെ മനസമാധാനം കളയാതെ. അമ്മവ, അമ്മാവൻ ഇതെന്ത് ഭാവിച്ച ഈ കാണിക്കുന്നത്? അമ്മായിയുടെ പിടിവാശിയും എടുത്തുചാട്ടവും എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ശരിവെച്ചുകൊണ്ട് അമ്മാവനും കൂടി ഇങ്ങനെ തുടങ്ങിയ